ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം. അവൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. വിചാരപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചത് എന്തു തിന്നും, എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. കർത്താവ് നമ്മുടെ ഭൗമിക ആവശ്യങ്ങളായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ ഉത്കണ്ഠകളിൽ നിന്ന് നമ്മെ വിടുവിക്കുമെന്നും ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നു. പ്രധാനമായും ദൈവത്തിൻ്റെ നമ്മോടുള്ള കരുതലിനെ നാം മനസ്സിലാക്കണം. പർവ്വജാതിയേക്കാൾ നാം വിശേഷതയുള്ളവർ എന്നും യേശു നമ്മെ ഓർപ്പിക്കുന്നത്, കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. ഒരുവന്റെ ജീവിതത്തിലെ ഉത്കണ്ഠയ്ക്കുള്ള പ്രതിവിധി ദൈവരാജ്യം അന്വേഷിക്കുക എന്നതാണ്. ദൈവത്തെക്കാൾ നാം എന്തിനും ഏതിനും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അത് തികച്ചും വിഗ്രഹാരാധനയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഇഷ്ടവുമായി പൊരുത്തപ്പെടുത്തുകയും കർത്താവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും തിരുവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ടെടുക്കേണ്ട തീരുമാനങ്ങളെ നയിക്കുവാൻ ദൈവത്തെ അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനം. ദൈവരാജ്യത്തിനു ജീവൻ പകരുന്ന മറ്റൊരു പ്രവൃത്തിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നുള്ളത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നത് ഒരുവനെ സമാധാനത്തിലേക്ക് നയിക്കും, കൂടാതെ ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കുവാൻ സഹായിക്കും. ആകയാൽ നമ്മുടെ ആശങ്കകളെ കർത്താവിൽ ഏൽപ്പിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു ജീവിതം നമുക്ക് നയിക്കാം. അനാവശ്യമായ ഭൗമിക ചിന്തകൾ ഉപേക്ഷിക്കാം. ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ നമ്മെ കാക്കുന്ന കർത്താവിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.